ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു മപ്പാസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളകുകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1 മുറി തേങ്ങയുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ചുമക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂണ് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം, ഈ സ്പൂൺ തന്നെ ഒരു 1/4 സ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. കട്ടിയുള്ള പാത്രമായതുകൊണ്ട് അതിൽ കിടന്ന് നന്നായിട്ടതൊന്ന് ഫ്രൈ ആയിക്കോളും. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയൊരു തിള വരുമ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് ലൈറ്റായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാതെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ഒരു മപ്പാസ് അല്ലെങ്കിൽ തീയൽ വറുത്തരച്ച് കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയോടെ വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.